ഹലോ നമസ്കാരം, ഞാൻ ജയകൃഷ്ണൻ JK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിൽക്കുന്ന നമ്മുടെ ഹരിപ്പാട് മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മളൊരു ചെറിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അത് അടിപൊളിയായിട്ടൊരു വീടുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലിന് വീടും പിന്നെ ഇവിടുത്തെ കുറച്ച് സ്റ്റാച്ചു വർക്കുകൾ ഞാൻ കാണിക്കാം. ഇവിടെ ചെയ്തിട്ടുണ്ട്, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ അതൊന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് വന്നപ്പോൾ കണ്ടാണ് കേട്ടോ ഒരു സിംഹത്തിൻ്റെ ഒരു പ്രതിമ കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സംഭവം. ഇത് വരുന്നത് നമ്മുടെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ഹരിപ്പാട്. അത് തന്നെയല്ല ഇവിടെ നമ്മുടെ അതുപോലെ തന്നെ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഒരു പോത്തിൻ്റെ തല ഇവിടെ ചെയ്തിട്ടുണ്ട്. പോത്തിൻ്റെ തല എന്നെ ഒറിജിനാലിറ്റി എന്നൊക്കെ പക്ക അടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തത് തടിയെ ചെയ്തായിരിക്കുന്നു, പക്ഷേ തടിയിലല്ല ചെയ്തേക്കുന്നത്, അത് സിമിൻ്റെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ഫിനിഷാണ് നോക്കി എൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇട്ടാണ് കേട്ടോ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി. പട്ടി കിടന്ന് നടക്കുന്നുണ്ടോ. നമ്മൾ പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്നവർക്ക് അവർക്ക് അത് ഒറിജിനലായിരിക്കുന്നു, പക്ഷേ അത് സിമിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ വീടിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ്, അടിപൊളിയാണ് വീട് കാണാൻ വേണ്ടി. നല്ലൊരു വീടാണ് കേട്ടോ, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ എല്ലാം ഓരോ വിഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു പറഞ്ഞു, ഇവർ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫാമിലിയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഏതൊരു അമ്പലങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. വിഗ്രഹങ്ങൾ നോക്കി ഇതൊക്കെ ഓരോന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ജീവനുള്ളവർ തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ വർക്കാണ് കേട്ടോ. വീടിൻ്റെ വർക്ക് അപാരം തന്നെ, അടിപൊളി വർക്കാണ് വീടിൻ്റെ വർക്ക്. നമ്മുടെ രുചിച്ചേട്ടനുണ്ട്, അനുചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിന് കാണുമായിരുന്നു. എൻ്റെ മുറ്റത്തൊരു കുളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്, ഇതിനകത്ത് കുറച്ച് കാർപ്പൊക്കെ കിടപ്പുണ്ട്, ഗപ്പിയും കാർപ്പൊക്കെ കിടപ്പുണ്ട്. അവിടെ രണ്ടുപേരും ചണ്ടയെ ഊത്തൊക്കെ പോകുന്നുണ്ട്. വീടിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത് കേട്ടോ. അടിപൊളി വീടാണ്, അടിപൊളി ലുക്കല്ലേ കാണാം. ഇതിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളി വീടാണ്. നമ്മുടെ സ്ഥലം വരുന്നപ്പം ഹരിപ്പാട് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പോഴത്തേക്കിന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്താണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിവിടെ മൂങ്ങ, ഇവിടെ ഒരു മൂങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ, കാരണം കളറും വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല. മൂങ്ങ കൊള്ളാമല്ലേ, ഇവിടെ കളർ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് പിന്നെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റിയാണ്. എന്തായാലും ഉണ്ടാക്കിയ ചേട്ടൻ സംഭവം തന്നെ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ പേര് വീട്ടുപേര് ശ്രീചക്രം എന്നാണ് കേട്ടോ. ജഗദീശ്വരൻ ശ്രീചക്രം എന്ന് അവിടെ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സെറ്റപ്പില്ല വീട് പണിതേക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ പറയുക? ജഗദീശൻ. അപ്പം ചേട്ടാ ഈ വീട്ടിൽ ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വർഷമായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്? ആരാണ് ചെയ്യുന്നത്? ഇതിപ്പം എൻ്റെ ചേട്ടൻ്റെ തുടക്കം മുതൽ 10-75 വർഷത്തിന് മുൻപ് വരെ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ മകൻ ചെയ്യുന്നത് ഒരു 4 വർഷമായിട്ട് ഈ ശില്പകലകളൊക്കെ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ വീടിന് ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടോ ഇത് ചെയ്തിട്ട്? ഈ വീടിന് ഇപ്പോൾ 20 വർഷം പഴക്കം ഉണ്ടല്ലേ. അപ്പം മകന് എന്ത് ചെയ്യുന്നു? മോനിപ്പോൾ പിന്നെ ആർട്ടിസ്റ്റാണ്, പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ആളാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്? അതെ. ആളുടെ പേരെന്താണ്? ആദിത്യൻ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോക്കകത്ത് ചേട്ടൻ്റെ ഡീറ്റെയിൽ ഇടുന്നുണ്ട്, കോൺടാക്ട് നമ്പർ ഇടുന്നുണ്ട്.
അപ്പം ചേട്ടൻ ഇപ്പം എന്തും ചെയ്യുന്നുണ്ടോ? അപ്പം നിലവിൽ അമ്പലങ്ങൾ ചെയ്തു, അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോക്ക് അത് ഇടുന്നുണ്ട്. ആരും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. അപ്പം ഈ വീഡിയോ ഞങ്ങൾക്ക് തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. ഒരു വിഘ്നേശ്വരൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി തന്നെ എനേബിൾ ചെയ്യണം. മറ്റേ വീഡിയോ കാണുന്നത് എല്ലാവരും ബൈ.